കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മധുര സ്വദേശി ബെഞ്ചമിനെ കുടുക്കിയത് സമീപത്തെ ATM കൗണ്ടറിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ്. ഇതിൽ നിന്നും പ്രതി ആരെന്ന് മനസ്സിലാക്കിയിരുന്നു. 200ഓളം ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിനിടയിലാണ് ട്രക്കിന്റെ സംശയകരമായ സാന്നിധ്യം പിടികിട്ടിയത്. ഈ ട്രക്കിന്റെ ഡ്രൈവറെ പിന്തുടർന്നു. ഇത് നിർണായകമായി. റോഡിൽ സ്ത്രീകളെ കണ്ടാൽ വെറുതെ വിടാത്ത മാനസിക വൈകൃതം ഇയാൾക്കുണ്ടായിരുന്നു. സൈക്കോ പീഡകനായിരുന്നു ഇയാൾ. ഈ ട്രക്കിൽ ആദ്യമായിട്ടാണ് ഇയാൾ കേരളത്തിൽ എത്തിയത്. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്വന്തം ലോറിയിൽ ലോഡുമായി എത്തുന്നയാളാണ് പ്രതി. തോന്നയ്ക്കലിലുള്ള ഗ്യാരേജിലേക്ക് സാധനങ്ങളുമായി വന്ന പ്രതി കഴക്കൂട്ടത്താണ് തങ്ങിയത്. റോഡരികിൽ ലോറി ഒതുക്കിയിട്ട് മദ്യപിച്ച ശേഷം സർവീസ് റോഡിന് സമീപത്തുകൂടി നടക്കുമ്പോഴാണ് ഹോസ്റ്റൽ മുറിയിൽ വെളിച്ചം കണ്ടത്. ഇതിനു മുമ്പ് അടുത്ത വീടുകളിൽ നിന്ന് മോഷണം നടത്തിയിരുന്നു. ഇതിനുശേഷം തന്ത്രപരമായി മുങ്ങി. ആറ്റിങ്ങൽ വഴിയാണ് മധുരയിലേക്ക് തിരിച്ചുപോയത്. പോലീസ് മധുരയിൽ എത്തുമ്പോഴും തെരുവിൽ കിടക്കുകയായിരുന്ന സ്ത്രീയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. പോലീസിനെ കണ്ട് ഇയാൾ ഓടി. പിന്നീട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ പൊക്കി. ഇതോടെയാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം തെളിഞ്ഞത്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് കഴക്കൂട്ടത്തെ ഹോസ്റ്റലിലെത്തി ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെയാണ് ഇയാൾ മുറിയിൽ കയറി പീഡിപ്പിച്ചത്. യുവതി ഞെട്ടി ഉണർന്ന് ബഹളം വച്ചപ്പോഴേക്കും പ്രതി കടന്നുകളഞ്ഞിരുന്നു. ട്രക്ക് കണ്ടെത്തിയതോടെ ആ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ഇതോടെ പ്രതി ആരെന്ന് വ്യക്തമാവുകയും ചെയ്തു. പുലർച്ചെ വരെ പരിസരത്തു തന്നെ കറങ്ങി നടന്നതിനു ശേഷമാണ് പ്രതി ആറ്റിങ്ങലിലേക്ക് കടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. പ്രതി സ്ഥിരം മോഷണങ്ങൾ നടത്തുന്നയാളാണ്. തെരുവിൽ ഉറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പതിവുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതി ഹോസ്റ്റലിൽ കയറും മുമ്പ് 3 വീടുകളിലാണ് മോഷണം നടത്തിയത്. മധുര സ്വദേശി ബെഞ്ചമിനാണ് കഴക്കൂട്ടത്തെ 3 വീടുകളിൽ കയറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും മറ്റൊരു വീട്ടിൽ നിന്ന് കുടയും മോഷ്ടിച്ചു. ഈ കുട കൊണ്ട് മുഖമറച്ചാണ് പ്രതി അതിജീവിത താമസിച്ച ഹോസ്റ്റൽ മുറിയിൽ കയറിയത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ടെക്നോ പാർക്കിലെ IT ജീവനക്കാരിയെ മുറിയിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുന്നത്. രാത്രി ജോലി കഴിഞ്ഞ് സഹതാമസക്കാർ വരുമെന്നതിനാൽ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പ്രധാന വാതിലോ യുവതി താമസിക്കുന്ന മുറിയുടെ വാതിലോ ലോക്ക് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. അതിജീവിത പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. തുടർന്നാണ് 35 വയസ്സുകാരനായ മധുര സ്വദേശി ബെഞ്ചമിനാണ് പ്രതിയെന്ന വിവരം പോലീസ് പുറത്തുവിട്ടത്. തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തെരുവിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നത് ഇയാളുടെ പതിവ് രീതിയാണെന്നും പോലീസ് പറയുന്നു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും DCP T ഫറാഷ് പറഞ്ഞു. മോഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹോസ്റ്റലിൽ കയറിയതെന്നാണ് ബെഞ്ചമിന്റെ വെളിപ്പെടുത്തൽ. അകത്തുനിന്ന് കുറ്റിയിടാതിരുന്ന മുറിയിൽ കയറി ഉറങ്ങുകയായിരുന്ന യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ ശബ്ദിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് ഇറങ്ങിയോടി. ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ജീവനക്കാരനോ CCTV ക്യാമറയോ ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് അവിടെ കയറിയതെന്ന് പ്രതി വെളിപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങളുമായി ലോറിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് തോന്നയ്ക്കലിൽ എത്തിയത്. അവിടെയുള്ള ഗോഡൌണിൽ സാധനങ്ങൾ ഇറക്കിയ ശേഷം സന്ധ്യയോടെ കഴക്കൂട്ടത്തെത്തി. അവിടെ എലിവേറ്റഡ് ഹൈവേയുടെ അടിപ്പാതയ്ക്ക് സമീപം ലോറി ഒതുക്കിയിട്ട ശേഷം ബാറിൽ കയറി മദ്യപിച്ചു. തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ കറങ്ങി നടന്നു. പിന്നീട് ലോറിയിൽ കിടന്നുറങ്ങി. രാത്രി 12 മണിയോടെ ഉണർന്ന് മോഷണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇടറോഡിലൂടെ നടന്നു. ഏതാനും വീടുകളുടെ പരിസരങ്ങളിൽ പരിശോധിച്ചു. തുടർന്നാണ് ഇരുനില ഹോസ്റ്റലിൽ വെളിച്ചം കണ്ടത്. അവിടെ കയറിയപ്പോൾ താഴത്തെ നിലയിലെ ഒരു മുറിയുടെ വാതിൽ ചാരിയ നിലയിൽ കണ്ടു. അങ്ങനെയാണ് കയറിയതും പെൺകുട്ടിയെ പീഡിപ്പിച്ചത്.